ഇതാണ് എൻഫീൽഡിന്റെ സിമെന്റ് ടെക്സ്ചർ സ്മൂത്ത്. ഇത് നമ്മൾ ഗ്രേ കളറിലാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് 3 ഐറ്റമുള്ള ഒരു പാക്കിംഗ് ആണിത്. ഒരു ടോപ്പ് കോട്ട്, ഒരു ക്ലിയർ കോട്ട്, ഒരു ബേസ് കോട്ട്. ഇങ്ങനെ 3 കൂടിയിട്ടുള്ള ഒരു പാക്കാണിത്. ഇത് ചെയ്യേണ്ട വിധമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണുക. പക്ഷേ നമ്മൾ പൊതുവായിട്ട് കുട്ടിയില്ലാത്ത സർഫസിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ സാധാരണ സിമെന്റ് ടെക്സ്റ്റ് ഇടുന്ന മാതിരി ഒരു കോട്ട് 2 കോട്ട് ഇട്ടാൽ തന്നെ ഫിനിഷ് കിട്ടും. പക്ഷെ അതിൻ്റെ ഒരു മെത്തേഡ് വേറെയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ സാധാരണ നേരത്തെ സിമെന്റ് ടെക്സ്റ്റ് ഇട്ട അതേ രീതിയിൽ തന്നെ ചെറുതായിട്ട് ലെഫ്റ്റ് റൈറ്റ് വളരെ നൈസായിട്ട് വലിച്ചു കൊടുക്കുന്നു. ഇത് നമ്മൾ കാരണമാണ് ഇങ്ങനെ എഫക്റ്റീവ് ഫീൽ ചെയ്യുന്നത്. ഇത് കുറച്ച് തിക്നെസ്സിൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചെറുതായിട്ട് വലിച്ചിരിക്കാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നാലെ പറയും. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ മുകളിലുള്ള ഞരമ്പുകള് നമ്മുടെ ബ്ലേഡ് കൊണ്ട് തന്നെ ഒന്നും കൂടി വൃത്തിയാക്കി എടുക്കുന്നു. വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേ ആദ്യം ഇട്ട മാതിരി തന്നെ രണ്ടാമത് ഒരു സെക്കൻഡ് കോട്ട് ചെയ്യുന്നു. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സിമെന്റ് ടെക്സ്ചറിന്റെ സ്മൂത്ത് സിമെന്റ് ടെക്സ്ചറിന്റെ സെക്കൻഡ് കോട്ട് കഴിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പേപ്പർ ഇട്ടതിന് ശേഷം ടോപ്പ് കോട്ട് ക്ലിയർ അടിക്കുന്നു. അത് തുടർന്ന് കാണാം. അത് നമ്മള് രണ്ടാമത്തെ കോട്ട് തുടങ്ങിയതിന് ശേഷം വളരെ നൈസായിട്ട് സ്മൂത്താക്കല്ല വേണ്ടത്. ആ ഞരമ്പുകൾ പോവാവുന്ന രീതിയിലുള്ള ഒരു പേപ്പറിങ്, ഞരമ്പ് അല്ലെങ്കിൽ കുട്ടിയുടെ ബ്ലേഡിന്റെ പാട് കണ്ട ഇതേമാതിരിയുള്ള പാടുകൾ പോവാനുള്ള ഒരു പേപ്പറിങ് അത് പോയിട്ടില്ല. നന്നായി ഉറച്ച് ആ ഞരമ്പുകൾ പോകുന്നു. മൊത്തം സ്മൂത്താക്കല്ലേ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇതിനെ ടോപ്പ് കോട്ടാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് ഇടുന്നു, വടിച്ചെടുക്കുന്നു. അതായത് നമ്മൾ എല്ലാ സ്ഥലത്തും ഇടണം എന്നുള്ളത് കമ്പൽസറി. അതിനുശേഷം നമ്മൾ ടൈറ്റ് വെളിച്ച് വലിച്ചെടുക്കുന്നു. അപ്പൊ തന്നെ നമ്മൾ നല്ലൊരു ഫോഗ് എഫക്റ്റ് ആണ് നമുക്ക് അവിടെ ഫീൽ ആവും വരുന്നത്. ഇതാണ് നമ്മുടെ സ്മൂത്ത് ടെക്സ്ചറിന്റെ ഒരു പ്രത്യേകത. കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്താണെന്ന് അറിയില്ല, പക്ഷെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഒരു ഫോഗ് എഫക്റ്റ് കിട്ടും. നമ്മളിതിന്റെ മുകളില് 2 കോട്ട് ഇട്ടു, പേപ്പർ ഇട്ടു, അതിന്റെ മുകളിൽ ടോപ്പ് കോട്ട് അടിച്ചപ്പോൾ നമ്മൾ ഏകദേശം നല്ലൊരു ഫോഗ് ഫീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഈ പാക്കിങ്ങിലുള്ള ക്ലിയർ കോട്ട് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോൺ ക്ലിയർ ഉപയോഗിച്ചിട്ട് 1:1 വെള്ളം ചേർത്ത് ഇനാമൽ റോളർ വെച്ചിട്ട് 1 or 2 ഒരു കോട്ട് മതി. വേറെ എന്തോന്നെങ്കിൽ രണ്ടാമത്തെ ഒരു കോട്ട് കൂടി അടിക്കാനുള്ള മെറ്റീരിയൽ ഇതുണ്ട്. 1:1 വെള്ളം ചേർത്തിട്ട് വേണം ചെയ്യാൻ. ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. അപ്പൊ നമ്മൾ നല്ലൊരു ഫീലിംഗ് കിട്ടും.